എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ബിഗിനേഴ്സിന് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ പേടി ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടിസ്ഥാനപരമായിട്ട് ഒരു പക്ഷെങ്കിൽ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകും. പക്ഷെങ്കിൽ വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാതെ വരുന്നു. ഇത് വാഹനം ഓടിക്കുന്നതിൽ തുടക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഈ പേടി നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതിനുവേണ്ടി പ്രധാനമായിട്ട് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിലെ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കൊരു വാഹനം വളരെ വേഗത്തിൽ മുന്നോട്ടെടുക്കാനും പെട്ടെന്നൊരു വണ്ടി നിർത്താനും നമുക്ക് കഴിയണം. അതായത് വളരെ ക്വിക്കായിട്ട് ഒരു വാഹനത്തെ മുന്നോട്ട് നീക്കാനും പെട്ടെന്ന് നിർത്താനും കഴിയണം. എന്തുകൊണ്ട് ഈ കാര്യം പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ മുന്നിൽ ഉദാഹരണത്തിന് ഒരു വണ്ടി പോകുന്നു, പെട്ടെന്ന് മുന്നിൽ പോകുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്താൽ അതിനനുയോജ്യമായിട്ട് വളരെ വേഗത്തിൽ തന്നെ ക്വിക്കായിട്ട് നമ്മളുടെ വാഹനം നമുക്ക് നിർത്താൻ കഴിയണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്വിക്കായിട്ട് എങ്ങനെയാണ് ഒരു വാഹനം മുന്നോട്ടെടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കുക. അതായത് നമ്മൾ വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ എത്രയധികം ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോഴാണ് ആദ്യമായിട്ട് വാഹനം മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു ബൈറ്റിംഗ് പോയിന്റ് നിങ്ങൾ ഒരു വാഹനം നിർത്തിയിട്ടതിന് ശേഷം ശരിക്കും മനസ്സിലാക്കുക. അതിനെന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് ബ്രേക്ക് കാലിത ഇത്തരത്തിൽ വെച്ചിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുക. പതുക്കെ കാലയക്കുമ്പോൾ വാഹനത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വൈബ്രേഷൻ വരും, വാഹനം മുന്നോട്ട് നീങ്ങുന്ന ഒരു പൊസിഷനിലേക്ക് വരും. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നിരപ്പ് റോഡാണെങ്കിൽ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. ചെറുതായിട്ട് ആ ബൈറ്റിംഗ് പോയിന്റിൽ ക്ലച്ച് കാല് വെച്ചിട്ട് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. പിന്നെ ആ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടി ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ വണ്ടി വളരെ ക്വിക്കായിട്ട് എടുക്കുന്നു. ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് നിങ്ങളുടെ കാല് ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് വന്നത് ഇത്രയും വേഗത്തിൽ തന്നെ ഈ കാര്യം ചെയ്യുക. അതായത് ക്ലച്ച് ചവിട്ടുന്നതിനോടൊപ്പം പെട്ടെന്ന് തന്നെ ബ്രേക്കിൽ വന്ന ഒരു വാഹനം നിർത്തുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ വണ്ടി പതിയാണ് പോകുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം ബ്രേക്ക് ചെയ്ത് വാഹനം നിർത്തുക. ഇനി സ്പീഡിലാണ് നിങ്ങളുടെ വണ്ടി പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ബ്രേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടി വണ്ടി ക്വിക്കായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. ഇനി വണ്ടി കയറ്റത്താണ് നമ്മൾക്ക് പെട്ടെന്ന് മുന്നോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം തന്നെ ചെയ്യുക. ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അതെന്താണെന്ന് പറഞ്ഞുതരാം. ബ്രേക്കിൽ ഇങ്ങനെ കാല് വെക്കുന്നു, ക്ലച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ കാലയച്ച് ഫസ്റ്റ് ആ ഒരു ഹാഫ് ക്ലച്ച് വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ബൈറ്റിംഗ് പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. മനസ്സിലാക്കിയതിന് ശേഷം കയറ്റത്താണ് നമ്മൾ വാഹനം മുന്നോട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ പവർ ആവശ്യമാണ്. അതായത് വാഹനം മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള പവർ ആവശ്യമാണ്. ആ ഒരു പവർ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ കുറച്ച് അളവ് കൂടുതൽ കൊടുക്കുക. അതായത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഞാൻ ആക്സിലറേറ്റർ ഒരു ശകലം മുന്നോട്ട് കൊടുക്കുന്നു. ഇതേ ഒന്ന് കൊടുക്കുന്നു, നിങ്ങൾ നോക്കുക, ചെറുതായിട്ട് ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുത്ത് വണ്ടി മുന്നോട്ടെടുത്തു. കണ്ടില്ലേ? അപ്പോൾ കയറ്റത്താണെങ്കിൽ ഈ ഒരു രീതിയിൽ വാഹനം മുന്നോട്ടെടുക്കും. ഇനി തുടക്കക്കാർക്ക് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതൽ പേടി ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ബാലൻസ് ആണ്. അതായത് ഒരു വാഹനം ഇടത്ത് ചേർന്ന് ഓടിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പേടി ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ട് നിങ്ങൾ ഇടത്ത് ചേർന്ന് നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്ത് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെയുള്ള പേടി നിങ്ങൾക്ക് മാറ്റാം. കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വാഹനവുമായിട്ട് പോകുന്നതെങ്കിലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ബാക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു വാഹനം വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ട് അവർ ഓവർടേക്ക് ചെയ്ത് കയറി പോയിക്കോളും. ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നു കഴിഞ്ഞാലും അവർക്കും കയറി പോകാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാകും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഒരു വാഹനം ഓടിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമ്മളുടെ കൈ എപ്പോഴും സ്റ്റിയറിംഗിൽ ഫ്രീ ആയിരിക്കണം. ഒരു കാരണവശാലും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കരുത്. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്കും തിരിക്കാൻ കഴിയാതെ വരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുക, നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചാൽ നിങ്ങൾ നോക്കി ഇത്രേ നമുക്ക് തിരിക്കാൻ കഴിയത്തുള്ളൂ. ഇനി റൈറ്റിലേക്ക് തിരിക്കണം, ഇങ്ങനെ പിടിച്ചാൽ ഇത്രേ തിരിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കണമെന്നുണ്ടെങ്കിൽ എടുത്തെടുത്ത് തിരിക്കുക. ഉദാഹരണം ഞാൻ പറയാം, നമുക്ക് ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇടത്തെ കൈ എടുത്ത് സ്റ്റിയറിംഗിന്റെ മേളിൽ വെക്കുക, താഴോട്ട് ഇങ്ങനെ വലിക്കുക. നിങ്ങളുടെ വലത്തെ കൈ ആ സമയത്ത് ഫ്രീ ആക്കിയിട്ട് മേളിലേക്ക് ഇത് ഇങ്ങനെ തള്ളിക്കൊടുക്കുക. അതിനുശേഷം ഇടത്തെ കൈ കൊണ്ട് താഴോട്ട് വലിക്കുക, ഇത് വലത്തെ കൈ കൊണ്ട് മേളിലേക്ക് ഇങ്ങനെ കൊടുക്കുക. കണ്ടില്ലേ? ഇടത്തെ കൈ കൊണ്ട് താഴോട്ട് വലിക്കുക, വലത്തെ കൈ കൊണ്ട് മേളിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുക്കുക. ഇനി വീണ്ടും നമുക്ക് വലത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലത്തെ കൈ എടുത്ത് സ്റ്റിയറിംഗിന്റെ മേളിൽ വെക്കുക, താഴോട്ട് വലിക്കുക, ഇടത്തെ കൈ കൊണ്ട് ആ സമയത്ത് നമ്മൾ ഇങ്ങനെ
തള്ളിക്കൊടുക്കുക. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾ ആദ്യം സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ കുറച്ച് ദൂരം ഒന്ന് ഓടിച്ച് നിങ്ങൾക്കൊരു കോൺഫിഡന്റ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ മൂവ് ആക്കിയിട്ട് പതുക്കെ സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതേ ഫസ്റ്റ് വണ്ടിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ആക്കുന്നു, വീണ്ടും ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, ഇതേ ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഞാനിത് വീണ്ടും പോവുകയാണ്. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. ഇനി ഈ ഒരു സമയത്ത് വാഹനം റോഡിന്റെ വെളിയിലേക്കോ അല്ലെങ്കിൽ സെന്ററിലേക്ക് പോകാനായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം, ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗിയർ ലിവറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഒന്നെങ്കിൽ റോഡിന്റെ വെളിയിലേക്ക് പോകും അല്ലെങ്കിൽ റോഡിന്റെ സെന്ററിലേക്ക് പോകും. നമ്മുടെ നോട്ടം ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം, കൃത്യമായിട്ട് റോഡിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും ഗിയർ ലിവറിലേക്ക് നോക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പ്രധാനമായിട്ടും ലെഫ്റ്റ് സൈഡിൽ തന്നെ ചേർന്ന് ഓടിക്കാനായിട്ട് ഇമ്പോർട്ടൻറ്റ് നൽകി നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കോൺഫിഡൻറ്റ് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും ഒക്കെ പോകാനായിട്ട് കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാൻ പറ്റുന്നത് ഏത് ഗിയറിലാണ്, ആ ഗിയറിൽ നിങ്ങൾ കൂടുതൽ വാഹനം ഓടിക്കാനായിട്ട് തുടക്കത്തിൽ ശ്രമിക്കുക. ഉദാഹരണം പറയാം, ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും പോകുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വാഹനത്തിന്റെ വേഗത കുറച്ച് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ഗിയറിൽ തന്നെ നിങ്ങൾ തുടക്കത്തിൽ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക. മറ്റു ആൾക്കാർ ഓടിക്കുന്ന പോലെ എല്ലാ ഗിയറിലും അവർ ഓടിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഓടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചിന്തയിൽ ആവശ്യമില്ലാതെ എല്ലാ ഗിയറും മാറി നിങ്ങൾ തുടക്കത്തിൽ ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ ഓടിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നില്ലെങ്കിലുള്ള ഒരു പ്രോബ്ലം, വാഹനം റോഡിന്റെ സെന്ററിലേക്ക് പോകാനോ അല്ലെങ്കിൽ അപകടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് റീസെറ്റ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും വാഹനം ഓടിക്കാൻ പഠിക്കുന്നത്, ചിലർക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് വാഹനം ഓടിക്കാൻ പഠിക്കാൻ വരുന്നവരുണ്ട്, സ്വയമായിട്ട് ചിലർ വാഹനം ഓടിച്ച് പഠിക്കുന്നവരുമുണ്ട്. എന്നാൽ മറ്റു ചില ആൾക്കാർ വാഹനം ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ആവശ്യകതയായി മാറിയപ്പോഴാണ് വാഹനം ഓടിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലും വണ്ടി ഓടിക്കാനായിട്ട് പേടി ഉണ്ടാകുന്നത്. കാരണം അവർക്ക് വാഹനം ഓടിക്കുക എന്നുള്ളത് ഒരു ആവശ്യകതയാണ്, ആഗ്രഹമല്ല. നിങ്ങൾക്ക് അതിയായ ഒരു ആഗ്രഹം നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോട് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഇഷ്ടം ഉണ്ടാകുമ്പോൾ പേടി എന്ന് പറയുന്ന കാര്യം നമ്മളിൽ നിന്ന് മാറിപ്പോവുകയും നമ്മളുടെ ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് കൂടുതലും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ജസ്റ്റ് അത് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ നമ്മളത് പഠിക്കാനായിട്ട് വെറുതെ ഒരു ശ്രമം മാത്രമാണ് നടത്തുന്നത്. അങ്ങനെ നടത്തുന്ന പല ആൾക്കാർക്കുമാണ് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ പേടി കൂടുതലുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആവശ്യകത മാറ്റിയിട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ വാഹനം ഓടിക്കുന്നത് നിങ്ങൾ സ്വപ്നം കാണുകയും ചെയ്യണം. നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ഇമാജിൻ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേടിയൊക്കെ മാറ്റി ഏറ്റവും നന്നായിട്ട് തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യകത എന്നുള്ള കാര്യം മാറ്റിയതിന് ശേഷം വാഹനം ഓടിക്കുക എന്നുള്ളത് നിങ്ങൾ ആഗ്രഹമാക്കി മാറ്റുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വൈകിട്ട് കൃത്യം 6 മണിക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.